വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാ, ദീനിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന്, ദീനിന് വേണ്ടി സ്വതഖ ചെയ്യണമെന്ന്, ദീനിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ ആരും കൊടുത്തില്ല. ഇതുപോലെയല്ല, ഇവിടെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആളുകൾ തരാൻ തുടങ്ങി. അല്ലാഹു ഈ നാട്ടിൽ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവേ, ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഈ നാട്ടിൽ നീ ഖിയാമത്ത് നാൾ വരെ നിന്റെ നിഅമത്തും നിന്റെ അനുഗ്രഹങ്ങളും ബറക്കത്തും നിന്റെ റഹ്മത്തും നീ നിലനിർത്തണേ അല്ലാ. ഏറ്റി കൊടുക്കണേ അല്ലാ. കൃഷികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളും നല്ല സ്വാലിഹീങ്ങളാക്കി മാറ്റണേ അല്ലാ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ ആരും നൽകിയില്ല. നബി തങ്ങളുടെ മുഖത്ത് ചെറിയൊരു പ്രയാസം തോന്നി. നബി തങ്ങളുടെ മുഖത്തൊരു പ്രയാസം തോന്നിയപ്പോ ഒരു സ്വഹാബി, അൻസാരിയായ സ്വഹാബി ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ചെറിയ ഒരു കഷ്ണം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ അങ്ങോട്ടിട്ട് കൊടുത്തു. ഇത് കണ്ടപ്പോഴേക്കും മറ്റുള്ള സ്വഹാബാക്കളും ഓടി വന്നിട്ട് അവരുടെ കൈകളിലുണ്ടായിരുന്നതൊക്കെ നേരെ ആ ഒരു മുസല്ലയിലിട്ട് കൊടുത്തു. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. നല്ല കാര്യത്തിന് ഇസ്ലാമിൽ ആരാണോ തുടക്കം കുറിക്കുന്നത്, ആരാണോ അതിന് ഉദ്ഘാടനം ചെയ്യുന്നത്, പിന്നെ അത് കണ്ടിട്ട് ആരൊക്കെയാണോ കൊടുക്കുന്നത്, ശേഷം കൊടുക്കുന്നവരുടെ പ്രതിഫലങ്ങളെല്ലാം ആദ്യം കൊടുക്കുന്നവർക്കും കൂടിയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ 100 ആളുകൾ നൽകിയാൽ ആദ്യം കൊടുത്ത ആൾക്ക് 99 പേര് കൊടുത്ത പ്രതിഫലമുണ്ട്, രണ്ടാമത് കൊടുത്തവന് 98 പേരുടെ പ്രതിഫലമുണ്ട്, മൂന്നാമത് കൊടുത്തവന് 97 പേരുടെ പ്രതിഫലമുണ്ട്, നാലാമത് കൊടുത്തവന് 96 പേരുടെ പ്രതിഫലമുണ്ട്. അവസാനിക്കും തോറും പ്രതിഫലം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇന്നല്ല എവിടെയായാലും ഇങ്ങനെ ഒരു സംഭാവനയുടെയോ നന്മയുടെ കാര്യമോ പറഞ്ഞാൽ ആദ്യം ഏറ്റെടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം വന്നിട്ടൊരു സഹോദരൻ ഏറ്റെടുത്തു. ആ സഹോദരനാണ് ഈ ശേഷം ഏറ്റെടുക്കുന്ന പ്രതിഫലം. രണ്ടാമതൊരാൾ ഏറ്റെടുത്തു, മൂന്നാമത്, നാലാമത്, അഞ്ചാമത്. അല്ലാഹുവേ, ഇവർ നൽകിയ സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാ. സംഭാവനകൾ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകൾക്കും ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അപകടങ്ങൾ തൊട്ട് കാക്കാമെന്ന് നിന്റെ പുണ്യനബി പറഞ്ഞിട്ടുണ്ട് നബി. അല്ലാഹുവേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ ആളുകൾക്കൊക്കെ നീ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അല്ലാഹുവേ, ദാവൂമർലാക്കും ബിസ്സദഖ, രോഗങ്ങൾക്ക് ശിഫ തരാമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ സ്വതക്ക ചെയ്തത്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ കബറിടം വിശാലമാക്കാമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയത്. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകളുടെയും കബറിടം വിശാലമാക്കണേ അല്ലാ. കബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സ്വതക്ക നൽകിയാൽ നരകത്തിൽ നിന്ന് തടയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. ഈ സ്വതക്ക നൽകിയ എല്ലാ ആളുകളെയും നരകത്തിൽ വീഴാതെ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകത്ത് കുടുംബസമേതം പാറിക്കളിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വതക്ക നൽകിയാൽ അർശിന്റെ തണൽ നൽകാമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. അർശിന്റെ തണൽ ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്, അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ പിരിവെടുക്കലില്ല. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് ഇങ്ങനെ പിരിവെടുക്കേണ്ട, ഇന്നലെ വടകര ഭാഗത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യമായിട്ടൊരു പള്ളിക്ക് വലിയൊരു ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു. ഇന്നൊരാൾ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പിരിവെടുക്കാത്ത ആളാണ്, നിങ്ങൾ ഇന്നലെ പിരിവെടുത്തു എന്നുള്ള ചെറിയൊരു പരാതി ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ബാധ്യത കണ്ടപ്പോൾ ഏറ്റെടുത്താണ് ഇന്നലെ. എന്തെങ്കിലും മാഷാ അല്ലാഹ്, ഒരു സമയമൊന്നും ചിലവഴിക്കാതെ തന്നെ നിങ്ങൾ ഏറ്റെടുത്തു. നല്ല നാട്ടുകാരാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ഇപ്പം തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, അയ്യുൻ നിസാഇ ഖൈറുൻ യാ റസൂലല്ലാഹ്. പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വരുവേ, ആണുങ്ങൾ മാത്രം കൊടുത്താൽ പോലെ, നിങ്ങളും കൊടുക്കണേ. മിനിമം 100 കൊടുക്കി. 500 കൊടുക്കാം, 1000 കൊടുക്കാം, 2000 കൊടുക്കാം. മിനിമം ഒരു 100 മുട്ട് കൊടുക്കണേ. 100 കൊടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ വേദനിക്കണ്ട. 50 നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ കഴിയുന്നത്,
കുറച്ചാക്കണ്ട. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവരെത്ര തന്നാലാണ് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവുന്നത്? എത്ര തന്നാലോ? 10 രൂപ തന്നാൽ സംതൃപ്തി ഉണ്ടാവില്ലല്ലോ. ഒരു 100 തന്നാ കുഴപ്പമില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതാണല്ലോ, അത് കൊടുക്ക്. ഇഷ്ടമുള്ളത് കൊടുത്താലാണ് അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത 10-ന്റെയോ 5-ന്റെയോ 20-ന്റെയോ നോട്ട് എവിടെയും കൊടുക്കരുത്. കുട്ടികൾക്ക് സ്കൂളിൽ വാങ്ങുമ്പോൾ മിഠായി വാങ്ങിക്കാൻ കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, പെണ്ണുങ്ങളിൽ ആരാണ് നബിയെ ഏറ്റവും നല്ല പെണ്ണ് എന്ന്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലതീ തസുറുഹു ഇദാ നളറ. നീ നോക്കിയാൽ, നീ അവളെ ഒന്ന് നോക്കുമ്പോഴേക്കും നിനക്ക് സന്തോഷം ലഭിക്കും. നമ്മുടെ ഭാര്യമാരൊക്കെ അങ്ങനെയാണോ? ഭാര്യമാരെ നോക്കുമ്പോ സന്തോഷമാണോ ഉണ്ടാവുന്നത്, ദുഃഖമാണോ? നിങ്ങൾ പറയും, നമ്മള് ഭാര്യമാരെ നോക്കുമ്പോ സന്തോഷമാണോ അല്ല ദുഃഖമാണ്? പഠിച്ചോനെ, ചങ്ങാതിമാരുടെ കൂടെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, ഇനി വീട്ടിലെത്തിയിട്ട് ഭാര്യ പഠിച്ചോനെ എന്താ ചെയ്യാ? അങ്ങനെയൊക്കെയാണ് ചെറുപ്പക്കാർ പറയാ. ഇനി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുഴപ്പമില്ല, പിന്നെ എത്രയും വേഗം എങ്ങനെയാ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവാന്ന് ആലോചിക്കുക. ഇത് ഭാര്യമാരുടെ സ്വഭാവ പ്രശ്നമാണ്. നല്ല സ്വഭാവമാണെങ്കിൽ അവിടെ 2 ലക്ഷം സാലറി കിട്ടിയാലും പോവാൻ മനസ്സുണ്ടാവില്ല, അല്ലെങ്കിൽ ഭാര്യയെ കൂടെ കൊണ്ടുപോകും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലതീ തസുറുഹു ഇദാ നളർ. നോക്കുമ്പോൾ, ഭാര്യയുടെ മുഖം കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം ഇത് ലഭിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഭാര്യയാണ് ഏറ്റവും നല്ല പെണ്ണ്. വതുതീഉഹു ഇദാ അമർ. നീ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്ന പെണ്ണാണോ? നീ പറഞ്ഞു ഹിജാബ് ധരിക്കണമെന്ന്, നീ പറഞ്ഞു പർദ്ദ ധരിക്കണമെന്ന്, പർദ്ദ ടൈറ്റായി നീ നടക്കരുത്, മുഖം തുറന്ന് നടക്കരുത്, സ്കാഫ് ധരിച്ച് മുഖം മറച്ച് നടക്കണമെന്ന് പറയുമ്പോ അതിനൊന്നും എന്നെ കിട്ടൂല, എന്റെ ചങ്ങാതിമാരൊന്നും അങ്ങനെയല്ലല്ലോ നടക്കുന്നത്, നിങ്ങളുടെ ജ്യേഷ്ഠത്തി നിങ്ങളെ പെങ്ങൾ അങ്ങനെയല്ല നടക്കുന്നത്, നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? അങ്ങനെ ചോദിക്കുക. നിങ്ങളുടെ പെങ്ങൾ നടക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ഉമ്മ എങ്ങനെയാ നടക്കുന്നത്? അങ്ങനെ ചോദിക്കുക. പെണ്ണുങ്ങൾ അങ്ങനെ ചോദിക്കുക. മുഖം മറിച്ച് നടക്കണം എന്ന് പറയുമ്പോൾ പെണ്ണ് ചോദിക്കും, നിങ്ങൾ പെങ്ങൾ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. അത് നോക്കണ്ട, പെങ്ങൾ അങ്ങനെ നടന്നോട്ടെ, അത് പെങ്ങളും പെങ്ങളുടെ ഭർത്താവാണ്. ഇത് നീയും നിന്റെ ഭർത്താവും തമ്മിലുള്ള ഡീലിംഗ് ആണ്. നിന്റെ ഭർത്താവ് കാര്യം കൽപ്പിച്ചാൽ അനുസരിക്കേണ്ടവളാണവൾ. അങ്ങനെ അനുസരിക്കുന്നുണ്ടോ? ഭർത്താവ് പറഞ്ഞതാണ്, അൽഹംദുലില്ലാ, ഞാൻ മുഖം മറിച്ചിട്ടേ നടക്കുള്ളൂ. ഇങ്ങനെയുള്ള പെണ്ണാണോ? അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ. ഭർത്താവില്ലാത്ത സമയത്ത് വേറെ ഒരു പുരുഷനെ കുറിച്ച് ചിന്തിക്കാത്തവളാണവൾ. സ്കൂളുകൾ വരുമ്പോ വശീകരിക്കപ്പെടുന്നവളല്ല അവൾ. ആരെങ്കിലും വഴിപ്പോക്കന്മാർ പുഞ്ചിരിക്കുമ്പോ തിരിച്ചു പുഞ്ചിരിക്കുന്നവനല്ല അവൻ. വസ്ത്രം വാങ്ങാൻ വേണ്ടി ടെക്സ്റ്റൈൽസിൽ ചെല്ലുമ്പോ അവിടെയുള്ള സെയിൽസ്മാൻമാർ നമ്പറുകൾ കൈമാറുമ്പോ ആ നമ്പർ തട്ടി മാറ്റുന്നവളാണവൾ. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ. സ്വന്തം ശരീരത്തിലെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്തവളാണവർ. വലാ ഫീ മാലി. അവരുടെ സമ്പാദ്യം ഭർത്താവ് ഗൾഫിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞയച്ചാൽ, എന്തെങ്കിലും സമ്പാദ്യം കൊടുത്തയച്ചാൽ വളരെ പിശുക്കിയിട്ടാണ് അവൾ ചെലവഴിക്കുന്നത്. 10,000 രൂപ തന്നാൽ 10,000 രൂപയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 8,000 രൂപ ചെലവഴിച്ചു, 2,000 എടുത്തു വെച്ചു. എന്തെങ്കിലും ആവശ്യം വരുമ്പോ അടുത്ത മാസം വീണ്ടും 10,000 പറഞ്ഞയച്ചു, അതിൽ നിന്ന് 5,000 ചെലവഴിച്ചു, 5,000 എടുത്തു വെച്ചു. ഇങ്ങനെ ഭർത്താവിന്റെ സമ്പത്തിൽ സൂക്ഷ്മത പാലിച്ച് നന്നായി ശ്രദ്ധിച്ച് പിശുക്കി അനാവശ്യമായി ദൂർത്തടിക്കാത്ത പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആദരണീയരായ നമ്മുടെ കണ്ണിലുണ്ണിയായ, നമ്മളൊക്കെ വളരെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന കുമ്പോൾ അലി തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ തണലിൽ ആ കുടുംബങ്ങളുടെ കുഞ്ഞിക്കോയ തങ്ങളടക്കമുള്ള കുമ്പോൾ തങ്ങന്മാരുടെ ആ ഒരു തണലിൽ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ.